വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അയിനൂസിന് മാഗി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ മാഗിയൊക്കെ റെഡിയാക്കി അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പ്ലെയിൻ മാഗി അങ്ങനെ കഴിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും അങ്ങനെ കഴിക്കാറുള്ളൂ. ഇവിടെ മുട്ട ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ടയൊക്കെ ചിക്കിയിട്ട് കുറച്ച് ഗ്രാൻഡായിട്ടാണ് മാഗി കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതാവുമ്പോൾ നല്ലോണം വയറ് ഫില്ലാവുകയും ചെയ്യും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം മാഗിക്ക് മുട്ട തന്നെ വേണമെന്നില്ല കേട്ടോ, ക്യാരറ്റോ ഗ്രീൻ പീസോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വയറ് നല്ലോണം ഫില്ലാവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ സൈഡിലൂടെ ഞാൻ പാൽ ചായ കഴിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഐനൂസിൻ്റെ ഫുഡ് വേഗം കഴിച്ച് തീർത്തിട്ട് ഇതാ അവൾ എൻ്റെ നിന്ന് കൈയിട്ട് വരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായ കുടിച്ചതിനപ്പോഴത്തേക്കും നമ്മുടെ ഐനൂസിന് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്കും ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോൾക്കും എൻ്റെ ഭ്രാന്ത് കൂടിയിട്ടുണ്ട്. എനിക്ക് ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. 2 നേരം ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ ഒരു നേരം ചായ കുടിച്ചിട്ടാ ഇപ്പോൾ എനിക്ക് നേരമില്ല ചായ കാച്ചാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തലവേദന ഇല്ല കേട്ടോ, ഇടയ്ക്ക് തലവേദനയൊക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ ചായ കാച്ചി കുടിക്കാറുള്ളൂ. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്, അതായത് എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വേഗം വേഗം തന്നെ കുളിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അടിച്ചു വരാൻ തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൈയോടെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം കുളിച്ചേറിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ ഷിനിക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാക്ക വരുമ്പോൾ മാത്രം ഞാൻ എന്താ മീൻ വറുക്കാൻ വേണ്ടി നിൽക്കാറുള്ളൂ. അത് സത്യമാണ് കേട്ടോ, കാര്യം വേറൊന്നുമല്ല. ഞാൻ വീട്ടിലുള്ളപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ അങ്ങനെ മീൻ വറുക്കാറില്ല കേട്ടോ. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ആ ചാറുകറി കൂട്ടി തിന്നാറാട്ടോ എൻ്റെ പതിവ്. എനിക്കിങ്ങനെ ഒറ്റക്കുള്ളപ്പോൾ മീൻ വറുത്ത് കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല, എനിക്കൊരാൾക്കായിട്ട് വറുക്കണ്ടേ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ ഷിനിക്കാവ് വന്നപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളത്തേക്കുള്ള പൊറോട്ടയാണത്. അപ്പോൾ അത് കൈയോടെ ഞാൻ പോയി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൈയോടെ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. വേഗം തന്നെ പപ്പടവും മീനൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനും ഷിനിക്കാവും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഫുഡ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇക്കാക്ക പറഞ്ഞു എനിക്കിപ്പോൾ ഫുഡ് വേണ്ട, എനിക്കിപ്പോൾ വിശപ്പില്ല, എനിക്ക് പിന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക ഫുഡ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം എടുത്ത് കഴിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. മാന്തൽ പൊടിച്ചതും പപ്പടം വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല രീതിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ആസ്വദിച്ചിരുന്ന് കഴിക്കാനാട്ടോ കൂടുതൽ ഇഷ്ടം. മാന്തലാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, കുറേ ദിവസത്തേക്ക് വെക്കണമെന്നാണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാന്തലാണെങ്കിലും നമ്മുടെ മീൻകറി ആണെങ്കിലും പൊരിച്ചതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം പോയി നിറച്ച് ഇതാ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇനി എന്തായാലും ഞാൻ പോയി കിടക്കട്ടെ. കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്ര വീഡിയോ ഇഷ്ടം